ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2 ദിവസമായിട്ട് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കില്ലേ കാണുന്നുണ്ടാവുക. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് ഇടാതെ തന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തതിന് മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ബാക്കി നമ്മൾ അവശേഷിക്കുന്നത് കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ബൾക്കായിട്ടിട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയ മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് 2 ദിവസമായിട്ട് നമുക്ക് കഴിയാതെ തന്നെ നിൽക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അവർ കുറച്ചുകൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ 5 എണ്ണത്തിൻ്റെയും പാതി നെക്കൊക്കെ ആ യോക്ക് പോർഷൻ്റെ ഭാഗമൊക്കെ ഈ ഒരു ഡിസൈനുള്ള വർക്ക് വരുന്ന മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷത്തോളം ആകുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീനിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമുക്ക് ശാരീരികമായിട്ട് ഉണ്ടാകുന്ന വേദനകൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണില്ലേ പെരടി വേദന, ഇല്ലെങ്കിൽ ചിലർക്ക് ഇടുപ്പ് വേദന ആയിരിക്കും, അല്ലെങ്കിൽ കാല് വേദന ആയിരിക്കും അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളാണ് മെഷീനിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാവുക. മെഷീനിൽ ഇരിക്കുന്നവർക്ക് എന്ന് മാത്രമല്ല, പൊതുവേ നമ്മൾ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഓരോ തരത്തിലില്ലെങ്കിൽ ഓരോ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ മെഷീനൊന്നും അടിക്കാൻ തുടങ്ങാത്ത മുമ്പ് തൊട്ടിട്ട് എനിക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു കേട്ടോ പെരടി വേദന. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് മരുന്ന് കഴിച്ച് തുടക്കത്തിലൊക്കെ എക്സ്റേ ഒക്കെ എടുത്ത് തുടക്കത്തിൽ നമ്മൾ കാൽഷ്യം അയൺ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും മാറാതായപ്പോൾ അവർ പറഞ്ഞു എക്സ്റേ എടുക്കാനായിട്ടോ. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു. നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല വിധത്തിലും കാട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആയുർവേദം കാട്ടി, നമ്മൾ ഹോമിയോ കാട്ടി, ഇംഗ്ലീഷ് മരുന്ന് കാട്ടി, അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ മാറി മാറി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിലൊരു തമാശയായിട്ട് തോന്നിയത്, ആദ്യം തന്നെ ഞാനൊരു ആയുർവേദ ഡോക്ടറിനെയാണ് എക്സ്റേയും കൊണ്ടുപോയി കാണിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്റേ കണ്ടതും ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഈ എല്ലുകളൊക്കെ എവിടെ പോയി എന്നായിരുന്നു കേട്ടോ. കാരണം എക്സ്റേ കണ്ടതും അവർക്ക് എൻ്റെ ഈ പെരടിയിലുള്ള എല്ലുകളൊക്കെ ദശയിൽ പൂന്തിയ പോലെയും ഇല്ലെങ്കിൽ ഡാമേജ് ആയ പോലെയൊക്കെയാണ് ആ എക്സ്റേയിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ട് എനിക്ക് ഉഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കേട്ടതും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും വേറെ ഡോക്ടറിനെ കാണിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്നിലേക്ക് തന്നെ പോയിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീരിറങ്ങിയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തോന്നിയത്. കാരണം ഡോക്ടേഴ്സ് തന്നെ പലരും പല വിധത്തിലാണ് ഓരോ അസുഖത്തിനെയും കാണുന്നതില്ലേ. അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ചിട്ടാണ് നമ്മൾ മെഡിസിനും കഴിക്കുക. അപ്പോൾ ഇവർ തന്നെ പലരും പല വിധത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ആകെ കൺഫ്യൂഷനായി പോകില്ല, ഏത് മരുന്ന് കഴിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസി ടൈമിലോ ഇല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡോസുള്ള മരുന്നുകളൊന്നും കഴിക്കാനായിട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വേദന സഹിക്കണം. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അവരും പറയും ഒരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ ലാസ്റ്റായിട്ട് ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, മോൾക്ക് ഒരു അസുഖവും ഇല്ല, ഇതൊരു തോന്നലാണ് എന്നായിരുന്നു കേട്ടോ. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. നമുക്കുണ്ടാകുന്ന വേദനകൾ വെറും തോന്നലുകളാണോ? നമ്മൾ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന വേദനയില്ലേ, അത് നമുക്കിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ വേദന മാത്രം ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന്. കാരണം നമ്മുടെ വേദന നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ആ വേദന നമുക്ക് ഒരിക്കലും ഈ ഡോക്ടേഴ്സിനോടാണെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവരോട് നമ്മൾ വേദനിക്കുന്നു പറയുമ്പോൾ അവർ മെഡിസിൻ തരും. ഈ പറഞ്ഞതുപോലെ തന്നെ മാറാതാവുമ്പോൾ അവരും പറയും ഒരു കുഴപ്പമില്ല, കാരണം എക്സ്റേയിൽ ഒന്നിലും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവരും പറയും ഒരു തോന്നലാണെന്ന്. അപ്പോൾ അതിൽ ഞാൻ നിർത്തിയതാണ് കേട്ടോ ഈ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കലും. പിന്നെ എൻ്റെ പെരടി വേദന കൊണ്ട് ഞാൻ നടക്കുന്നതും അതോടുകൂടി നിർത്തിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മെഷീന് ഇരിക്കാത്ത മുമ്പ് കേട്ടോ, അതായത് സ്റ്റിച്ചിങ് ഫീൽഡൊന്നും തുടങ്ങാത്ത മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ റെഗുലറായിട്ട്, അതായത് 24 hours ഈ മെഷീനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അസുഖവും ഇല്ല. കാരണം നമ്മുടെ അസുഖം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമുക്കുണ്ടായിരുന്ന വിഷമങ്ങളും വേദനകളും നമ്മൾ സ്വയം ആലോചിച്ച് കൂട്ടുമ്പോഴാണ് അത് കൂടുന്നത്. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് ആലോചിച്ചിരിക്കാനുമുള്ള ടൈം നമ്മുടെ കയ്യിൽ ഇല്ലാതാകുന്നിടത്തോളം നമുക്ക് അതിൻ്റെ ഒരു തോന്നലും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഈ ഒരു കാര്യം തന്നെ അതാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ എനിക്ക് അള്ളാഹ് വെച്ചിട്ട് ഒരു വേദനകളും ഇല്ല. അതുപോലെ പെരടി മിഷീനിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.
ഒരു പെരടി വേദനയില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും മെഷീനിൽ ഇരിക്കാം കേട്ടോ. ഒരു കുഴപ്പം ഇപ്പോൾ അള്ളത്തിച്ചിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം നമുക്കുണ്ടാകുന്ന വേദനകൾ നമ്മളത് തന്നെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് അതൊന്നും കൂടി നമുക്ക് വേദനയായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് അതിൻ്റെ പാട്ടിന് അങ്ങോട്ട് വിടുക. കാരണം നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അതിൽ മുഴുകിച്ചേരുക. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വേദന കേട്ടോ. ഞാൻ വലിയ വലിയ അസുഖത്തിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ വെറീഡായി അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അസുഖത്തിനെ വലുതാക്കാതെ നമുക്ക് ഒന്നും ഇല്ലെന്ന് കരുതിയിട്ട് നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങുക കേട്ടോ. 3 നേരം ഫുഡും അടിച്ചിട്ട് കിടന്നുറങ്ങിയപ്പോഴായിരുന്നു എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മെഷീൻ അടിക്കാനും റെസ്റ്റ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വേദനകളൊന്നും നമുക്ക് ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നുമില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു 10 മുന്നോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അസുഖം ഇല്ലാതിരിക്കട്ടെ, എല്ലാവരെയും മാറാരോഗങ്ങളെ തൊട്ട് കാക്കട്ടെ കേട്ടോ. നമ്മുടെ ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ. വേദനകളൊക്കെ ആർക്കും വലിയ വലിയ അസുഖങ്ങൾ ഇല്ലാതിരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് ഏതുവരെ എത്തിയെന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യലായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഗീ റൈസ് നെയ്ച്ചോറും അതുപോലെ കോഴി ഒന്ന് ഗ്രേവി ആക്കി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ഈ റമളാൻ മാസം കഴിയാൻ നാഥൻ നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. പിന്നെ എല്ലാവർക്കും നല്ലൊരു റമളാൻ മാസം ആശംസിക്കുന്നു. പിന്നെ ഇതൊരു ഞായറാഴ്ച ദിവസത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ മൺഡേ തൊട്ടിട്ട്, അതായത് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ റമളാൻ മാസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ നമുക്ക് കിട്ടിയ കളക്ഷൻസും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.